ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയുടെ 3 പഞ്ചായത്തുകളിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ തുടരുകയാണ്. പഞ്ചായത്തുകൾ അതിർത്തി പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരെ തടയുന്നു. അല്പസമയത്തിനകം UDF വാളറയിൽ ചൈന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കുമെന്നാണ് അറിയുന്നത്. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. നമ്മളിപ്പോൾ അടിമാലിയിലാണ് നിൽക്കുന്നത്. ഏകദേശം വെള്ളത്തൂൽ പഞ്ചായത്തിൽ നിന്നുള്ള പ്രദേശം, അതോടൊപ്പം നേരിമംഗലത്ത് നിന്ന് വരുന്ന പാത, അത് പള്ളിവാസൽ പഞ്ചായത്തിലേക്ക് പോകുന്ന പാത, ഇതെല്ലാം സംഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അടിമാലി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് UDFിൻ്റെയും അതോടൊപ്പം LDFിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ വഴി തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ LDFിൻ്റെ ഹർത്താൽ ഈ അടിമാലി പഞ്ചായത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. എന്നാൽ UDFിൻ്റെ ഹർത്താൽ വെള്ളത്തൂവൽ, പള്ളിവാസൽ, അടിമാലി പഞ്ചായത്തുകളെ ഒരുപോലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെ ഹർത്താലുണ്ട്. വിനോദസഞ്ചാരികൾ ഇന്ന് പ്രത്യേകിച്ച് 2ാം ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. 2 ദിവസങ്ങളിലേക്കായിട്ട് മൂന്നാർ മേഖലയിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ദിവസത്തിലാണ് നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന രീതിയിലാണ്. കാരണം വന്നിരിക്കുന്നതെല്ലാം സഞ്ചാരികളുടെ വാഹനമാണ്. മറ്റൊരു പ്രത്യേകത കൂടി, ഈ പാത പൂർത്തിയാകുമ്പോൾ, അതായത് വീതി കൂട്ടി ഈ ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നേരിമംഗലത്ത് നിന്ന് ഈ വാളറ വരെയുള്ള പ്രദേശമാണ്. അത് പൂർണ്ണമായിട്ടും ഒരു വനമേഖലയിലൂടെ കടന്നു വരുന്ന പോലത്തെ പ്രദേശമാണ്. അവിടെ വീതി കൂട്ടി പാത പൂർത്തിയാകുന്നതോടുകൂടി ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ആ പ്രദേശത്തു കൂടിയുള്ള വാഹനങ്ങളുടെ ഗതാഗതം കൂടുതൽ സുഗമമാകും എന്നുള്ളത് മാത്രമല്ല, ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള വ്യവസായി അടക്കമുള്ള ആളുകൾക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ LDFിൻ്റെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.